പണമുണ്ടാക്കാൻ നമ്മളൊരു പണക്കാരൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കണം. ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതി കൊണ്ടൊന്നും നമുക്കൊരിക്കലും സമ്പന്നനാകാൻ സാധിക്കില്ല. പണക്കാരൻ എന്നും ആസ്തികൾ, അസറ്റ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ കൂടുതൽ ബാധ്യതകൾ, ലയബിലിറ്റീസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഒരു പുവർ മൈൻഡ് സെറ്റിലുള്ള ആൾ ചിന്തിക്കുന്നത്. നിങ്ങൾ സമ്പന്നനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായും അസറ്റ്സും ലയബിലിറ്റീസും ഇവയെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. രമേശ് ഒരു പണക്കാരനാണ്. രമേശ് പണമുണ്ടാക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. രമേശിൻ്റെ സാലറി 25,000 രൂപയാണ്. തനിക്ക് റിച്ച് ആകണം എന്ന ലക്ഷ്യമുള്ളതിനാൽ തൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു തുക സേവ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കി പ്രതിമാസം 15,000 രൂപയിൽ തൻ്റെ ചിലവുകൾ ഒതുക്കി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി. ഇതിലൂടെ രമേശ് 10,000 രൂപ എല്ലാ മാസവും സേവ് ചെയ്യാൻ തുടങ്ങി. അഡീഷണലായി ഒരു ഇൻകം ഉണ്ടാക്കാൻ ഒരു സൈഡ് ജോബും നോക്കുന്നുണ്ടായിരുന്നു. രമേശിന് അനുയോജ്യമായ ഒരു സൈഡ് ഇൻകം തരപ്പെടുകയും 5,000 രൂപ അഡീഷണൽ ഇൻകമായി സമ്പാദിക്കാനും തുടങ്ങി. ഇപ്പോൾ രമേശിൻ്റെ സേവിങ്സ് 15,000 രൂപയായി ഉയർന്നു. ഈ പണം ഉപയോഗിച്ച് റെൻ്റൽ ഇൻകം കിട്ടുന്ന ചില അസറ്റ്സിൽ നിക്ഷേപിക്കാനും പതിയെ കൂടുതൽ വരുമാനമുണ്ടാക്കാനും രമേശ് തുടങ്ങി. യാത്രാ ആവശ്യങ്ങൾക്കായി ഒരു ബൈക്കിൻ്റെ ആവശ്യം വന്നപ്പോൾ രമേശ് തിരഞ്ഞെടുത്തത് ഒരു യൂസ്ഡ് ബൈക്കാണ്. കാരണം പുതിയ ബൈക്കിന് ഒരുപാട് പണം ആവശ്യമാണ്. EMI ആയി എടുത്താൽ തന്നെ ബൈക്ക് ഒരു ലയബിലിറ്റിയാണ്. തൻ്റെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നത് അസറ്റും തൻ്റെ പോക്കറ്റിൽ നിന്നും പണം നഷ്ടപ്പെടുത്തുന്നതെല്ലാം ലയബിലിറ്റിയുമാണെന്ന് രമേശിന് അറിയാമായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം രമേശിൻ്റെ വരുമാനം വർദ്ധിച്ചു വരികയും ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഇന്ന് രമേശിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും യാതൊരു കുഴപ്പവുമില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളർന്നു. വർഷങ്ങൾ പോകുന്തോറും തനിക്ക് പ്രായമായി വരുമെന്നും ആശുപത്രി ചിലവുകൾക്ക് ഭീമമായ ഒരു തുക ആവശ്യമായി വന്നാൽ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും നല്ല ഒരു തുക തനിക്ക് നഷ്ടമാകും എന്നും അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസും രമേശ് എടുത്തിരുന്നു. രമേശിൻ്റെ ലക്ഷ്യബോധവും വിവേകത്തോടെയുള്ള നിക്ഷേപങ്ങളും കാലക്രമേണ രമേശിനെ ഒരു പണക്കാരനാക്കി മാറ്റി. ഇനി നമുക്ക് രമേശിൻ്റെ സുഹൃത്തായ സുരേഷിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. സുരേഷ് ഒരു സാധാരണക്കാരനാണ്. സുരേഷിൻ്റെ സാലറിയും 25,000 രൂപയാണ്. യാത്രാ ആവശ്യങ്ങൾക്കായി ഒരു ബൈക്ക് വാങ്ങാം എന്ന് തീരുമാനിച്ചു. മറ്റുള്ളവർ ഉപയോഗിച്ച ബൈക്ക് വാങ്ങുന്നതിലും നല്ലത് പുതിയ മോഡലിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് EMI ഇട്ട് വാങ്ങുന്നതാണ് നല്ലതെന്ന് സുരേഷ് തീരുമാനിച്ചു. പുതിയ ബൈക്കിനെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് സുരേഷ് കണ്ടത്. കയ്യിലുള്ള മൊബൈൽ ഫോണും വസ്ത്രങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം സുരേഷ് ട്രെൻഡിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ അപ്പിയറൻസ് തനിക്ക് നല്ല റിച്ച് ലുക്കും കോൺഫിഡൻസും നൽകുന്നതായി സുരേഷ് വിശ്വസിച്ചു. പണം പോയാലും പവർ വരട്ടെ എന്ന് കരുതി ഇതിൻ്റെ എല്ലാം EMI സന്തോഷത്തോടെ സുരേഷ് അടച്ചു പോകുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ജീവിത ചെലവുകൾ ഉയർന്നു വന്നപ്പോൾ സുരേഷിന് കടം വാങ്ങാതെ ആവശ്യങ്ങൾ നടത്താൻ വേറെ വഴികളൊന്നും ഇല്ലാതെയായി. സാലറി എമൗണ്ടിൽ നല്ലൊരു തുക EMI അടയ്ക്കാനും മറ്റു ചിലവുകൾക്കുമായി പോകുന്നതിനാൽ ഒന്നും സേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു EMI അടച്ചു തീരുമ്പോൾ അടുത്ത EMI എന്ന സ്ഥിതിയിലായിരുന്നു പോക്ക്. പെട്ടെന്ന് സുരേഷിന് തൻ്റെ ജോലി നഷ്ടമായി. പുതിയൊരു ജോലി അന്വേഷിക്കുന്നതിനിടെ രമേശ് ചിന്തിച്ചു, എങ്ങനെ EMI അടയ്ക്കും? നാളെ ഒരു അസുഖം വന്നാൽ എന്തു ചെയ്യും? താൻ വാങ്ങിച്ച ബൈക്ക് വിറ്റാൽ അന്ന് വാങ്ങിയതിൻ്റെ പകുതി വില പോലും കിട്ടില്ല. കടം തന്നെയാണ് ശരണം. അസറ്റിനെയും ലയബിലിറ്റിയെയും പറ്റിയുള്ള രമേശിൻ്റെ അറിവും സുരേഷിൻ്റെ അറിവില്ലായ്മയും അവരുടെ ലൈഫിലുണ്ടാക്കിയ മാറ്റത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. രമേശ് തൻ്റെ തുടക്കകാലങ്ങളിൽ ചിലവ് ചുരുക്കി ജീവിച്ചും സമയം നോക്കാതെ അധ്വാനിച്ചും വ്യക്തമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലും കാലക്രമേണ വെൽത്തി ആവുകയും
സമ്പത്തിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. സുരേഷ് കൂടുതൽ സാമ്പത്തിക അറിവ് നേടാതിരുന്നതും താൽക്കാലിക സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ഇന്ന് കൂടുതൽ ദുഃഖത്തിനും ബാധ്യതകൾക്കും കാരണമായി തീർന്നു. അസറ്റിനെയും ലയബിലിറ്റിയെയും പറ്റി റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ റോബർട്ട് കിയോസാക്കി വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വോയിസ് ഓഫ് മണി എന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. സമ്പത്തിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം.